ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലം മുന്നായിട്ട് ഒരു കുളം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ആ കുളത്തിൽ ഉണ്ടാക്കിയ സമയത്ത് കുറേ മീനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മായും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് കുറേ മീനുകൾ ഒലിച്ചു പോയി, കുറേ മീനുകൾ ഇപ്പോൾ ചത്തു, അങ്ങനെ പല സംഭവങ്ങളായിട്ട് മീനുകൾ ഇപ്പോൾ തീരെ അതിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ടായിട്ട് നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ഒരു പച്ച പോലത്തെ സംഭവമാണ്. കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പായൽ എന്നുള്ള പേരിലാണ് ഇപ്പോൾ അതിന് പറയുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് പേര് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് നമ്മൾ കുളത്തിലോട്ട് നിറക്കാനായിട്ട് പോകാം കേട്ടോ. കുളത്തിലോട്ട് നമ്മൾ വെള്ളത്തിന് പകരം ഈ സംഭവമാണ് നിറക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പായൽ എന്നുള്ളതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സാധാരണ വീട്ടുമുറ്റത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ പായൽ എന്നാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ മഴയും കാര്യം പെയ്യുന്ന സമയത്ത് ഉണ്ടായി വരുന്ന സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ അതേപോലെ വീടിൻ്റെ ഈ ഭാഗത്തൊക്കെ നിറഞ്ഞ രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നമ്മൾ കുളത്തിലോട്ട് ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വൈറ്റ് പ്ലേറ്റൊക്കെ എടുത്തതിന് ശേഷം അതിലോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് പ്ലേറ്റ് എടുത്താൽ ഒന്നര കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു വൈറ്റ് പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് പാത്രത്തിലോട്ടാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയും കാര്യം പെയ്യുന്ന സമയത്ത് ഇത്ര കളറായിട്ട് നിൽക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത്ര കളറൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് പാത്രത്തിലോട്ടായിട്ട് മാറ്റുന്നത്. നമ്മൾ സിമെൻറ്റൊക്കെ കോരുന്ന ചട്ടങ്ങ് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കുളത്തിലോട്ട് നല്ല രീതിയിൽ വെക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഓരോന്നായിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളത്തിലോട്ട് മീനുകൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് എടുക്കുന്നത് പറഞ്ഞാൽ പൊട്ടാതായിട്ട് എടുക്കുന്നത്. നമ്മൾ കുളത്തിലോട്ട് വെക്കുന്ന സമയത്ത് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പൊട്ടാതെ തന്നെ നമ്മൾ നേരിട്ട് എടുത്തേക്കാണ്. ഇവിടെ നമ്മൾ നേരെ കുളത്തിലോട്ട് വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇനിയുള്ള നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളത്തിലോട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ സംഭവം കാണാനൊക്കെ അടിപൊളിയാണെങ്കിൽ കുളത്തിലോട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ കുളത്തിൻ്റെ ഓരോ ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ച് തരണം. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പൊട്ടാതെ എടുത്തുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപകാരമായിട്ടാണ്. പൊട്ടിയാണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചുകൊണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് വെക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം വളരാനായിട്ട് ഒരുപാട് മണ്ണും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ വലിയ മണ്ണൊന്നും ജസ്റ്റ് നിറച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലോട്ട് വെക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല. സാധാരണ ഈ കുളത്തിലെ ചെറിയ ചെറിയ മണ്ണും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് വളർന്നോളും. ചെറിയ രീതിയിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരും. പിന്നെ നമ്മൾ ബാക്കി വന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ചട്ടകം നോക്കാണ്. ചട്ടകം കാണാനില്ല, അവിടെ എവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഏകദേശം ഇപ്പോൾ പായലും കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ളത് ബാക്കിയുള്ള ഭാഗത്തുള്ളത് നോക്കാനാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നോക്കി പോയ സമയത്ത് എനിക്ക് ഇവിടെ ആയിട്ട് കിട്ടിയത് നേരെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുളം ഫുള്ളാക്കണം എന്നുണ്ടെങ്കിൽ കുറേ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള അനുസരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഏകദേശം 3 ട്രിപ്പായിട്ട് ആയിട്ടുണ്ട്. 3 ട്രിപ്പ് നിറച്ച് 3 പാത്രം എടുത്തപ്പോഴാണ് നമുക്ക് ഒരു കുളം നിറയാനുള്ള രീതിയിലുള്ള പായലും കാര്യമൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ കുളത്തിലോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയും ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ആരും ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ പായൽ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് നോക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് തോന്നിയപ്പോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ലൈറ്റ് ഗ്രീൻ നിറമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിറക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ.
ഇനിയുള്ള നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുകൾ ഭാഗത്ത് വെള്ളമാക്കി കൊടുക്കുന്നുണ്ടോ. ഈ വെള്ളമാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിഭാഗത്ത് മാത്രം പായം കാര്യം വെച്ച് ഇനി മുകൾ ഭാഗത്തൂടെ വെക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് ജസ്റ്റ് അത് വെക്കാനും വേണ്ടിയാണ് ഈ വെള്ളം കാര്യങ്ങൾ ആക്കി കൊടുക്കുന്നത് കേട്ടോ. വെള്ളമാക്കി കൊടുത്താലോ ഒന്നുകൂടെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ ആക്കിയാണ്ട് ജസ്റ്റ് അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഒന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവിടെ മണ്ണ് വളരെയധികം കുറവാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് വളരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ നമ്മൾ ഫുള്ളാക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത് ഇത്. ഇനി നമുക്ക് സൂര്യപ്രകാശമൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു അടിപൊളി കളറിൽ ഇത് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ഒരു സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് മയം കാണി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് മുകളിൽ എന്തെങ്കിലും മയം കാണൊക്കെ ഇടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ റോബോട്ടിക്സിൻ്റെ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ വീഡിയോ ചെയ്താൽ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര നമ്മുടെ വീഡിയോ പറഞ്ഞാൽ